ആവശ്യത്തിൽ കൂടുതൽ സ്ഥാനം മഹി ഗംഗയ്ക്ക് കൊടുക്കുമ്പോ എന്റെ മോക്കുണ്ടാകുന്ന വേദന മഹി അറിയുന്നില്ല. അതെ, ഇന്ന് മാളുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് അവളുടെ രക്ഷിതാവായി പോകാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. എന്റെ മാളുവിന്റെ സന്തോഷം മാത്രമാണ് എന്റെ ലക്ഷ്യം. ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിവാഹത്തെക്കുറിച്ച് മാറ്റി ചിന്തിക്കാം. ഞാൻ ഇങ്ങനെയാണ്. ഇതേ എനിക്കിപ്പോ സാധിക്കൂ. അയ്യോ മഹേട്ട, എനിക്കൊരു പരാതിയില്ല. മഹേട്ടന്റെ ഇഷ്ടങ്ങൾ തന്നെയാ എനിക്കും വലുത്. അതെ അതെ, ഞാൻ ആലോചിക്കാതെ എന്തോ ഒരു തമാശ പറഞ്ഞേന് മഹി ഇങ്ങനെയൊക്കെ പറയണോ? മഹി നല്ല ടെൻഷനില്ല, അതുകൊണ്ടാ അവനും എന്തൊക്കെയോ പറഞ്ഞത്. നിങ്ങളാരും അതൊന്നും കാര്യമാക്കണ്ട. ഇനി നോക്കി നിന്നിട്ട് കാര്യമല്ല. എങ്ങനെയും എന്റെ കുഞ്ഞിനെയും ഗംഗയും രക്ഷിക്കണം. അതിനാ ഏലസ് എടുത്ത് മാറ്റണം. എങ്ങനെയും ആ ഏലസ് എടുത്ത് മാറ്റി വീടിന് പുറത്തിറങ്ങിയാലേ എനിക്കവരെ രക്ഷിക്കാൻ സാധിക്കൂ. അതിനെന്താ ഒരു വഴി? എന്തെങ്കിലും കണ്ടെത്തിയേ തീരൂ. മഹേട്ടനാണല്ലോ. ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ ഞാൻ മഹേട്ടനെ അറിയിക്കും? ഇയാളുടെ മുന്നിൽ വെച്ചൊന്നും സംസാരിക്കാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും ശ്രീ മഹേശ്വര? The person you are calling is not answering. Please call again later. ഇതെന്താ ഗംഗ കോൾ എടുക്കാത്തത്? ഇതാ കണ്ണിനെ കയം കാണിക്കരുതെന്ന് പറയുന്നേ. പുറം ലോകം കാണാതെ കിടന്നവളെ ഒന്ന് പുറത്തേക്ക് വിട്ടപ്പോ അവള് സ്വയം മറന്നുപോയി. അതെ, അല്ലെങ്കിൽ മഹേട്ടൻ വിളിച്ച അവക്ക് എന്താ ഫോൺ എടുത്താല്? ഒന്നും മിണ്ടാ നിൽക്കാവോ? അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. ഇതെന്താ എല്ലാരും കൂടെ ചർച്ച? ഗംഗയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മഹിക്കൊരു ടെൻഷൻ. നിന്നെ രേഷ്മ വിളിക്കുവല്ലോ ചെയ്തോ? ഇല്ലല്ലോ, ഞാൻ വിളിക്കണോ? നിങ്ങളെന്താ ഫോൺ എടുക്കാത്തെ? കോൾ അറ്റൻഡ് ചെയ്യ്. വേണ്ട, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചോളാം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിലേ വിളിക്കുന്ന ആള് പേടിക്കില്ലേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചാലോ? എന്തിനാ വെറുതെ നമ്മളായിട്ട് അവരുടെ മനസ്സമാധാനം കളയുന്നത്? ഫോൺ എടുക്ക്. ഹലോ. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. നീ എന്താ ഗംഗ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ മഹേട്ട. മാളുവിടെ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മഹേട്ട, മാളു ഹാപ്പിയാ. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് മതി. നിങ്ങൾ പോയപ്പോ തൊട്ട് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോ ഒരു ദുസൂചന പോലെ. അതാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. മഹേട്ടൻ പേടിക്കണ്ട, ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനേ മാളുവിന് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ നീ അപ്പോഴെ തന്നെ എന്നെ വിളിക്കണേ ഗംഗേ. അത് മഹേട്ടാ. എന്താ ഗംഗേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് മഹേട്ടാ, പക്ഷേ അധികം നേരം സംസാരിച്ചാലേ ചാർജ് തീരും. യാത്രക്കിടയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? അതാ ഞാൻ കട്ടാക്കിയത്.
ആ ഞാൻ ദാ ഇത് ഇവിടെ കുത്തിയിടാം, ചാർജിലിടാവേ. ആവശ്യം വന്നാലേ ഞാൻ തന്നെ എടുത്തു തരാം. എന്താ അതുപോലെ? ഹലോ ഹലോ. ശ്ശെ. വീണ്ടും കട്ടായെന്ന് തോന്നുന്നു. വണ്ടിയിലല്ലേ, റേഞ്ച് കട്ടായതാവും. എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുക. അതൊക്കെ വെറുതെ മഹിയേട്ടന് തോന്നുന്നതാ. എടോ, താൻ എന്തിനാ ആ ഫോൺ പിടിച്ചു വാങ്ങിയത്? ആ അത് പറഞ്ഞില്ല മാഡം, ചാർജ് തീർന്നതുകൊണ്ടാ ഞാൻ വാങ്ങി കുത്തിയിട്ടത്. ചാർജ് തീർന്നാൽ കുത്തിയിടണോന്ന് തന്നോട് ആരെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടോ? ദേ, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാ മതി, ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട. കുറച്ചു നേരമായി ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു. സാരില്ല രേഷ്മേച്ചി, ഞാൻ സംസാരിച്ചു കഴിഞ്ഞായിരുന്നു. അതായിക്കോട്ടെ, അതിന് ഇയാൾക്കെന്താ? നിന്റെ ഫോണിന്റെ ചാർജ് തീർന്നതിന് ഇയാൾക്കെന്താ എത്ര സങ്കടം? ഒരു മര്യാദയൊക്കെ വേണ്ടേ? പോട്ടെ രേഷ്മേച്ചി, ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. അങ്ങനെയായാ അത് ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തെയും കൂടി ബാധിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. സോറി മാഡം, ഇനി ഞാൻ ആവർത്തിക്കില്ല. എങ്ങ ഒരിക്കലും എന്റെ കോള് കട്ട് ചെയ്യില്ല. അതാ എന്റെ ടെൻഷൻ. അതൊക്കെ മഹിയേട്ടന്റെ വെറും തോന്നലല്ലേ. അവളുടെ തനി സ്വഭാവം മഹിയേട്ടൻ അറിയാഞ്ഞിട്ടാ. ഗംഗ എന്താണെന്ന് എനിക്ക് ആരും പറഞ്ഞു തരണ്ട. അവളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതാ. നീ ഒന്നും പറയണ്ട ശ്രേയെ. ഗംഗയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ അത് അവളോടുള്ള ദേഷ്യം കൊണ്ടാണെന്നേ മഹി കരുതും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. മഹിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. അവരിവിടുന്ന് പോയപ്പോ മുതല് മനസ്സിനൊരു സമാധാനമില്ല. എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു പേടി. മഹി പേടിക്കാതെ, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ രേഷ്മ എന്നെ വിളിക്കില്ലായിരുന്നോ? അതെ മോനെ, അത് അവര് കുട്ടികൾക്കൊപ്പം കളിച്ച് രസിച്ചു പോകുന്നതാ. ആദ്യം വിളിച്ചത് ആ ബഹളത്തെ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ എത്തിയിട്ട് തിരിച്ചു വിളിക്കാന്ന് കരുതിയിട്ടുണ്ടാവും. അല്ലാതെ നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ഒരുപാട് വേദനിച്ചതിന് ശേഷം ഇപ്പോ വീണ്ടും ഒന്ന് സന്തോഷിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മോൾ ഇപ്പോഴും എന്നെ ഒന്ന് സ്നേഹത്തോടെ അച്ചാന്ന് വിളിക്കുന്നത്, മുഖത്ത് നോക്കി മര്യാദയ്ക്ക് സംസാരിക്കുന്നത് പോലും. അതൊക്കെ ഞാൻ ആസ്വദിച്ച് മനസ്സുകൊണ്ട് സന്തോഷിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് പുതിയൊരു പ്രശ്നം കൂടി എനിക്ക് താങ്ങാനാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നല മോനെ. അതെ, ഇനി അഥവാ മഹിക്ക് എങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ രേഷ്മയെ വിളിക്കാം. ഇപ്പൊ വേണ്ട, കുറച്ചു നേരം കൂടി നോക്കാം, എന്നിട്ട് വിളിക്കാം. എങ്കിൽ അതുവരെ മഹിയേട്ടൻ സമാധാനായിട്ടിരിക്കെ. വെറുതെ ടെൻഷൻ അടിച്ച് അസുഖമൊന്നും വരുത്തി വെക്കാതെ. അതെ അതെ. എല്ലാവരും വാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. മഹിയുടെ ജോലി നടക്കട്ടെ. വാ മാളു, നമുക്ക് ബാക്കിൽ പോവാം.
നിനക്ക് എന്താ ഗംഗയെ പറ്റിയത്? നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഒരു പ്രശ്നമുണ്ട് രേഷ്മേച്ചി. എന്താ കാര്യം? അയാള് ശരിയല്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അയാളുടെ കയ്യില് തോക്കും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. എന്താ നീ പറയുന്നേ? സത്യം. അയാള് ഞാൻ ഫോൺ ചെയ്തപ്പോ തോക്ക് കാണിച്ച് പേടിപ്പെടുത്തി. അതുകൊണ്ടാ എന്റെ ഫോൺ വാങ്ങിക്കൊണ്ട് അയാൾ പോയതിനെ രേഷ്മേച്ചി ചോദ്യം ചെയ്തതിനെ രേഷ്മേച്ചിയെ ഞാൻ എതിർത്തത്. ഈശ്വര, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അയാള് നമ്മളെ കിഡ്നാപ്പ് ചെയ്തതായിരിക്കോ? അറിയില്ല, പക്ഷെ അയാളൊരു ക്രിമിനലാ. അയാളുടെ ആ ബാഗില്ലേ, ആ ബാഗിനകത്ത് എന്തോ വലിയ രഹസ്യമുണ്ട്. എന്താ വല്ല ബോംബാണോ? അറിയില്ല, പക്ഷെ അയാളെ ഫോണിൽ ആരോടോ ബോംബെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നു. രേഷ്മിച്ച് പേടിക്കാതെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയാ നമുക്ക് ആ ബാഗ് എടുത്ത് പുറത്തേക്ക് എറിയാം. അയ്യോ, അത് വേണ്ട. വല്ല ബോംബും ആണെങ്കിൽ അങ്ങനെ എറിയുമ്പോ അത് പൊട്ടില്ലേ? അറിയാത്ത പണിക്ക് നിക്കണ്ട. നീ ഒരു കാര്യം ചെയ്, മഹേട്ടനെ വിളിച്ച് കാര്യം പറ. അതാ നല്ലത്. അതിന് എന്റെ ഫോൺ അയാളുടെ കയ്യിലല്ലേ. നീ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. അതാകുമ്പോ അയാൾക്ക് സംശയം തോന്നില്ല. അതാ നല്ലത്. ചേച്ചി ഫോൺ താ. രേഷ്മയുടെ ഫോണിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഹലോ രേഷ്മേ. രേഷ്മിച്ച് അല്ല മഹേട്ടാ, ഞാൻ ഗംഗയാ. എന്താ ഗംഗേ, എന്താ അവിടെ സംഭവിക്കുന്നത്? അത് മഹേട്ടാ, ഈ വണ്ടിയിൽ സഹായിയായി നിൽക്കുന്ന ആൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അയാളുടെ താടിയൊക്കെ വെപ്പ് താടിയാ മഹേട്ടാ. അയാളുടെ കയ്യില് തോക്കൊക്കെ ഉണ്ട്. തോക്കോ? അതെ, എനിക്ക് പേടിയാ. ഹലോ ഹലോ ഗംഗേ, ഹലോ. അയ്യോ എന്റെ ഫോൺ, അയ്യോ എന്റെ ഫോൺ, അയ്യോ. നീ എന്താ ഗംഗ കാണിച്ചത്? എന്റെ ഫോൺ പോയില്ലേ? ഞാനല്ലല്ലോ ചേച്ചി. ഡ്രൈവർ വണ്ടി നിർത്ത്. വണ്ടി നിർത്തരുത്. വണ്ടി നിർത്തിയ എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ. നിന്റെ മണ്ടയം പൊട്ടിച്ചു കളയും. നേരെ നോക്കി ഓടിക്കണം. അരുതാത്ത എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ബസിന്റെ അടുത്തെത്തണം. എന്താ മോനെ, എന്താ പറ്റിയത്? ഗംഗ രേഷ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ബസ്സിൽ എന്തോ പ്രശ്നമുണ്ട്. അയ്യോ, ബസ്സിൽ എന്ത് പ്രശ്നം?
ഗംഗയല്ലേ വിളിച്ചു പറഞ്ഞത്. അവക്ക് വെറുതെ ഓരോന്ന് തോന്നാവും. അല്ല, ആ ഹെൽപ്പറുടെ കയ്യിൽ തോക്കുണ്ടെന്നും അയാൾ വെച്ചിരിക്കുന്നത് വെപ്പുതാടിയാണെന്നൊക്കെ പറഞ്ഞു. അത് കുട്ടികളുടെ കളിത്തോക്കമല്ല ആയിരിക്കും. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ പെട്ടെന്ന് ഫോൺ കട്ടായി. ഇപ്പൊ രേഷ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനെന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല മഹേട്ടാ. അവള് വെറുതെ ഗംഗ അങ്ങനൊന്നും പറയില്ല. ഞാൻ പോയിട്ട് വരാം. മഹി, ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പൊക്കോളാം. രേഷ്മയും വണ്ടിയിലുള്ളതല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനും കൂടെ വരുന്നതല്ലേ നല്ലത്. ശരി, എങ്കിൽ വാ. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗംഗേ? രേഷ്മേച്ചി വിഷമിക്കാതെ, ഇന്ത്യയിലൊരു വഴി ശ്രീ മഹേശ്വരൻ കാണിച്ചു തരും. ഇയാള് നമ്മളെല്ലാരും കൊല്ലുവോ? അതോ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടാനായിരിക്കും അയാളുടെ ലക്ഷ്യം? ഒന്നും അറിയില്ല. ഏതായാലും അയാൾ നിസ്സാരക്കാരനല്ല. അയാളുടെ കയ്യിൽ തോക്കും ബോംബും എല്ലാം ഉണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ പേടിച്ച ബഹളം വെച്ചാ കുട്ടികളെല്ലാം അറിയും. അത് പിന്നെ വലിയ പ്രശ്നവും. അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാനേ നിവൃത്തിയുള്ളൂ. പേടിയായിട്ട് കൈയും കാലും വിറയ്ക്കുക. ഏത് നേരത്താണോ എന്തോ ഈ വണ്ടിയിൽ കയറി പോരാൻ തോന്നിയത്? മരണത്തിലേക്കാണോ ഗംഗയെ എല്ലാരും കൂടി എന്നെ സന്തോഷത്തോടെ യാത്രയാക്കിയത്? എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല, നമ്മുടെ മാളവും അതുപോലുള്ള ഈ കുഞ്ഞുങ്ങളുടെയും കാര്യം ഓർത്തിട്ടാ പേടി. നമ്മളെ വിശ്വസിച്ചല്ലേ ആ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ നമുക്കൊപ്പം വിട്ടത്. ഇതിപ്പോ ഇങ്ങനെ ആവുമെന്ന് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. ചേച്ചി, എനിക്ക് മൂത്രം ഒഴിക്കണം. ഇതൊരവസരം. അയാൾക്ക് സംശയം ഉണ്ടാവാതെ ഈ പേര് പറഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാം. ആ ശരിയാ. എങ്കിൽ നീ വേഗം വണ്ടി നിർത്താൻ പറ. ആ ഡ്രൈവർ ഏട്ടാ, വണ്ടി ഒന്ന് നിർത്താമോ? എന്താ മാഡം? ഈ കുട്ടിക്ക് മൂത്രം ഒഴിക്കണമെന്ന്. നിർത്താം. വണ്ടി നിർത്താൻ പാടില്ല. അതെന്താ? ആ കുട്ടിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞത് താൻ കേട്ടില്ലേ? വണ്ടി നിർത്തിയ കൊന്നുകളയുന്ന ഞാൻ. മാള് പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. നിനക്ക് മൂത്രം ഒഴിക്കണോടി? വേണ്ട. പോയിരിക്കടി. പോകാൻ ഒറ്റ ഒരാളും ശബ്ദം ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടാക്കിയ എല്ലാത്തിനെയും കൊല്ലും ഞാൻ. പോയിരിക്കടി ഇവിടെ. മിണ്ടരുത്. മഹി, ഒന്ന് പതുക്കെ. മാളുവിനും ഗംഗയ്ക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? മഹി പേടിക്കാതെ, നമ്മൾ അന്വേഷിക്കുകയല്ലേ. ഗംഗയുടെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടായിരുന്നു. അവൾ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തപ്പോഴേ ഞാൻ സംശയിച്ചതാ. അല്ലെങ്കിൽ ഗംഗ ഒരു ഫോൺ കോളിൽ പോലും എന്നെ അവഗണിക്കാത്തതാ. ഇന്ന് രാവിലെ അയാളെ കണ്ടപ്പോ മുതൽ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. ഞാൻ നോക്കിയപ്പോ അയാൾ സീറ്റിനടിയിൽ എന്തോ ചെയ്യുകയായിരുന്നു. അപ്പൊ ഞാനത് നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മളാരും കരുതിയില്ലല്ലോ. ഗംഗയുടെ ഫോണിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഗംഗയുടെ മാത്രമല്ല, രേഷ്മയുടെ. ഇനി അവരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ചിലപ്പോ എല്ലാം മഹിയുടെ തോന്നലാവും. പേടിക്കേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
ആ ഹെൽപ്പറുടെ എന്തെങ്കിലും മോശമായ പെരുമാറ്റം കൊണ്ടാവും അയാൾ ശരിയല്ലെന്ന് ഗംഗ പറഞ്ഞത്. അത് മാത്രമല്ല, ഗംഗ മാളുവിന് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ കഥ പറഞ്ഞു കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഗംഗ ഒരു ശിവഭക്തയല്ലേ? അപ്പൊ പിന്നെ എന്താ അങ്ങനെ പറഞ്ഞേ? ഗംഗയ്ക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെ അല്ലേ മഹി, അതുകൊണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാനുണ്ടോ? അല്ല, എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. അല്ലെങ്കിൽ എന്റെ മോളുടെയും ആ കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാവും. നമുക്കവരെ കണ്ടെത്താം മഹി, പേടിക്കാതെ. അവര് പോയപ്പോ തൊട്ട് ദുസ്സൂചനകളായിരുന്നു. എന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു. രേഷ്മയുടെ ഫോണിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ എനിക്ക് ഭയം. അതെ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്.